ചെടിയുടെ കഷ്ണം തന്നെയാണ് വേര് പിടിപ്പിക്കണം. അത് ചിലപ്പോൾ ഈ കൊക്കോ പീറ്റിലൊക്കെ വെച്ചിട്ട് വേര് പിടിപ്പിക്കണം. വെറുതെ നമ്മൾ കമ്പ് നട്ട് കഴിഞ്ഞാൽ അത്ര പിടിക്കില്ല. എന്തെങ്കിലും നനഞ്ഞ ഇതിൽ വെച്ചിട്ട്, അതല്ലെങ്കിൽ സ്വാഗ്നം മോസ് എന്ന് പറഞ്ഞിട്ട് ഒരു തരം മോസ് കിട്ടും വേര് പിടിപ്പിക്കാനുള്ളത്. അതിൽ വെച്ചിട്ടോ, അതല്ലെങ്കിൽ ക്ലേ ബോൾസ് ഉണ്ട്, ചെറിയ ബോൾസ് പോലെ ക്ലേ കൊണ്ടുള്ള ബോൾസ് കിട്ടും, അത് നഴ്സറികളിലൊക്കെ കിട്ടും. അപ്പോൾ അതിൽ വെള്ളത്തിൽ വെച്ചിട്ടും വേര് പിടിപ്പിക്കാം. അത് ഈ ക്ലേ ബോൾസ് നിറച്ച പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഇതിറക്കി വെക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ വേര് പിടിച്ച് കിട്ടും. അങ്ങനെ വേര് പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഈ പോട്ടിംഗ് മിക്സിലേക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞ കരിക്കട്ടയും ചകിരിക്കൊത്തും ഒക്കെ ചേർന്ന് ആ പോട്ടിംഗ് മിക്സിലേക്ക് പിന്നെ ഇറക്കി വെക്കാം. സുഹൃത്തുക്കളെ നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മനോഹരമായ കുറച്ച് ഹോയ പ്ലാന്റ്സിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് ഡോക്ടർ പാർവതി ദേവി. അപ്പോൾ ഡോക്ടറുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പൂക്കളോടും ചെടികളോടൊക്കെ ഉള്ള ഒരുപാട് ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു കൗതുകത്തിന് തുടങ്ങിയതായിരുന്നു ഹോയ പ്ലാന്റ്സ് ചെറുതായിട്ടൊന്ന് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്താണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളെ വീടിൻ്റെ പേരെന്തായിരുന്നു? പടിഞ്ഞാറേപ്പാട്ടുമന. അതെ, പടിഞ്ഞാറേപ്പാട്ടുമന. നമ്മളെ എടപ്പാള് കഴിഞ്ഞ് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഷോറൂം ഉണ്ട്, അതിൻ്റെ അടുത്താണ് പടിഞ്ഞാറേപ്പാട്ടുമന. അപ്പോൾ ഈ പടിഞ്ഞാറേപ്പാട്ടുമനയിൽ ഇപ്പോൾ നിങ്ങൾക്ക് വന്നാൽ കണ്ണിറയെ കാണാവുന്ന അത്രയും ഹോയ പ്ലാന്റ്സിൻ്റെ ശേഖരമുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഡോക്ടർ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. എനിക്കും ഭയങ്കര കൗതുകം, ഞാനും ആദ്യമായിട്ടാണ് ഹോയ പ്ലാന്റ്സ് കാണുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടെ ഉണ്ടാവുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഡോക്ടറെ, അപ്പോൾ എത്ര കാലമായി ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? അത് പ്ലാന്റ്സ് പണ്ട് മുതലേ ഉണ്ട്, കുറെ കാലം മുതലേ ചെടികളുടെ കളക്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിലാണ് അമേരിക്കയിലുള്ള കുറച്ച് ചാനലുകളിൽ നിന്നാണ് എന്നെ ഹോയ എന്ന് പറഞ്ഞ പ്ലാന്റിനെ പറ്റി കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ചില കളക്ഷൻസ് കണ്ടു ചിലരുടെ അടുത്ത്. അതുപോലെ സ്വീഡനിലുള്ള ഒരു ലേഡിയുടെ അടുത്തൊരു 400 ചില്ലാനം പ്ലാന്റ്സിന്റെ കളക്ഷൻ ഉണ്ടെന്ന് കണ്ടു. ഈ ഹോയ പ്ലാന്റ്സ് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു എല്ലായിടത്തും ഉണ്ട്. ഇപ്പോ പറഞ്ഞ ഈ കാലത്തെ എല്ലാ ചെടികളും എല്ലായിടത്തും അവര് ഈ എന്താ പറയാ ഓർണമെന്റൽ പ്ലാന്റ്സ് ഒക്കെ ഒരുവിധം എല്ലായിടത്തും ഒരേപോലെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഇപ്പൊ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറക്കുമതി ചെയ്യണ എവിടെയാണ്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് ശരിക്കും ഇന്തോനേഷ്യ, തായ്ലൻഡ്, ഏഷ്യയിലാണ് കൂടുതലായിട്ട്. പിന്നെ ഫിലിപ്പീൻസ് ആ ഭാഗത്തുണ്ട്. ഇന്തോനേഷ്യ, തായ്ലൻഡ് ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. എന്താണ് ശരിക്കും ഹോയ പ്ലാന്റ്സ് എല്ലാവരിലും ഇത്രയും വലിയൊരു കൗതുകം ജനിപ്പിക്കാനുള്ളത്? അത് തോന്നിയിട്ടുള്ളത് എന്താണ്? അത് ഈ പൂക്കളെ പോലെ അല്ലെങ്കിൽ പൂക്കളെക്കാളേറെ ഇലകൾക്കും ഭംഗിയുള്ള ചെടിയാണ്. ഇതൊരു വലിയ വിപണി ഇപ്പോൾ നിലവിലുണ്ട് അല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കോവിഡ് സാഹചര്യം വന്നപ്പോൾ ഇത് കൂടിയുണ്ട്. ഓൺലൈൻ വിപണി കൂടുതൽ സജീവമായിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ. അപ്പോൾ അത് കാരണം കൂടുതൽ പേര് പ്ലാന്റ്സിനെ പറ്റി സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഇപ്പോൾ ഈ വളരെ 1-2 വർഷത്തിനുള്ളിൽ ഈ ഹോയയുടെ വിപണി കുറെ കൂടിയുണ്ട്. അതുപോലെ കേരളത്തിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തുടങ്ങിയ സമയത്ത് എറണാകുളത്ത് ഒരാളുടെ അടുത്തും അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ, വളരെ കൂടുതൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കേരളത്തിൽ കുറെ സെല്ലേഴ്സ് ഉണ്ട് ഹോയയുടെ. നമുക്ക് ഏകദേശം എത്ര വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ? എന്റെ അടുത്ത് ഇപ്പൊ ഒരു 270ഓളം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 270ഓളം വെറൈറ്റി ഉണ്ട്. പക്ഷെ ഇവിടുന്ന് വിൽപ്പന ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതൊരു സാമ്പത്തിക ഉദ്ദേശത്തെക്കാൾ ഉപരി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഡോക്ടർ സൈക്കാട്രിയാണ് ഡോക്ടർ പ്രൊഫഷൻ, ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ കുറച്ചുകൂടി ചെടികളോടൊക്കെ ഇതാകുമ്പോൾ കുറച്ചുകൂടി റിലാക്സും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ ഈ പൂക്കളുടെ ഈ ശേഖരത്തിലേക്കൊന്ന് പോയി നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ഡോക്ടറുടെ പ്ലാന്റ്സിനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഹോയ മാത്രമല്ല അല്ലേ? നമ്മൾ പറ്റാവുന്ന ചെടികളൊക്കെ കളക്ട് ചെയ്യാറുണ്ടോ? ഈ സെക്ഷനിൽ അധികം ഹോയകളാ, വളരെ അപൂർവമല്ലാത്ത ചെടികളുണ്ട്. ഈ ഹാങ്ങിങ് പോട്ട്സിലൊക്കെ ഇടയിൽ 1-2 ഓർക്കിഡ്, വളരെ കുറച്ച് അല്ലാത്ത പ്ലാന്റ്സ് ഉണ്ട്. നമ്മളെ ശരിക്കും എവിടുന്ന് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്? എവിടുന്നാണ് ഇത്? ഞാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ, എറണാകുളത്ത് ഒരു സഹ്യാദ്രി ഹോയ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് ആദ്യം കുറച്ച് പ്ലാന്റ്സ് കിട്ടിയത്. പിന്നെ ഷില്ലോങ്ങിലുള്ള ഒരു സെല്ലറുണ്ട്, അവരാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കേരളത്തിൽ ഒരുവിധം പേരും അവിടെ നിന്നാണ് വാങ്ങുന്നത്. കുറെ പ്ലാന്റ്സ് അവര് ഒരു ഇപ്പോഴത്തെ അതില് സാധാരണ ഒരു പ്ലാന്റിന് ഒരു ആവറേജ് ഒരു 500 ആ റേഞ്ചില് കിട്ടും. ചെറിയ തൈ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്
ഇപ്പം ഈ ഒരു ഇതിലൊക്കെ പെട്ട ഇതിനൊരു 600 റേഞ്ചിൽ. നമ്മൾ ഹോയ ചെയ്യുമ്പോഴേ മണ്ണ് ആവശ്യമില്ലേ? മണ്ണ് അധികം ഇങ്ങനെ എന്താ പറയാ, വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണ് പറ്റില്ല. അല്ലേ? ഇത് ശരിക്കും ഏത് സ്പീഷീസ്, അതായത് നമ്മളെ ഇത് ആന്തൂറിയം അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ഓർക്കിഡ് വെറൈറ്റി അങ്ങനെ ഇത് വേറെയാണ്. ഇത് ഹോയ എന്ന് പറഞ്ഞൊരു ജീനസ് ആണ്. അതിന്റെ സ്പീഷീസുകളാണ് ഇപ്പൊ കുറെ തരം. ഇപ്പൊ ഹോയ കെരി എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറെ തരത്തില് ഹോയ കാർണോസ, ഹോയ, അതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഇതുണ്ട് അല്ലേ? ഈ നിൽക്കുന്നതൊക്കെ ഹോയ തന്നെയാണ്. അതല്ലേ? ഈ കാണുന്നതൊക്കെ നോക്കി, ഇവിടെ നിറയെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതെല്ലാം ഹോയ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് പറഞ്ഞേ? തുടങ്ങിയിട്ട് ഒരു 4 വർഷമൊക്കെ. 4 വർഷമായി. 4 വർഷം കൊണ്ട് ഇവിടെ ഒരു 270ഓളം വെറൈറ്റി ഹോയ പ്ലാന്റ്സ് ആണ്. എല്ലാത്തിലും പൂവിട്ടിട്ടില്ല. പൂവിടാൻ ചിലതൊക്കെ നല്ല വൈകും അല്ലേ? ശരിക്കും ചിലത് 2 വർഷത്തിന്റെ മുകളിലൊക്കെ പിടിക്കും അല്ലേ? അത് ഇതിൽ പൂവ് നിൽക്കണ ഇവിടെ പൂവ് നിൽക്കണം. അത് ഹോയ കാർണോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടി, ഒരു വള്ളി. അതാ വള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് വന്നതാണ്. ഇത് ഇതിന്റെ അല്ല. ഇത് ശരിക്കും ഹോയ മാക്രോഫില്ല പറഞ്ഞിട്ടുള്ള വേറൊരു പ്ലാന്റ് ആണ് ഇത്. ഇതല്ലേ? ഹോയ മാക്രോഫില്ല. ഇത് കണ്ടോ, ഇതാണ് അതിന്റെ പൂവ്. അത് അതിന്റെ അല്ലേ? ഇത് ഹോയ കാർണോസ. ഇത് അറ്റത്ത് നിൽക്കണ ഒരു ചെടിയുടെ. അവിടുന്ന് അതിന്റെ വള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നല്ല മനോഹരമായിട്ടുണ്ട്. എല്ലാറ്റിനും ഈ ഒരു രീതിയിൽ തന്നെയാണ് പൂക്കൾ ഏകദേശം ഒരു പോലെയായിരിക്കും. അതല്ലേ? അതില് നിറം വ്യത്യാസം ഉണ്ടാവും, പിന്നെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചെറിയ വലുതും ചെറുതുമായിട്ടുള്ള പലതരം പൂക്കൾ ഉണ്ടാവും. പക്ഷെ ഏകദേശം ഒരേ രീതിയിലുള്ളതാണ് പൂക്കളൊക്കെ. എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരു കൊലകളായിട്ടാണ്. വളരെ അപൂർവം ഹോയകൾക്ക് മാത്രം ഒറ്റയ്ക്ക് പൂവുണ്ടാവുന്നുണ്ട്. അതെ അല്ലേ? ഈ ചെടിക്കൊക്കെ എന്ത് വില വരുന്നുണ്ട് ഇതിനൊക്കെ? ഇത് ഇത്ര വലിയൊരു പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നല്ല വില വരും. ഇത് പക്ഷെ ഞാനൊരു 500 രൂപയൊക്കെ ആവറേജ് ഉള്ള പ്ലാന്റ്സ് സമയത്ത് വാങ്ങിയതാണ്. ഇത് ഹോയ കെരി എന്ന് പറയും. കെരി എന്ന് പറഞ്ഞ ഹോയ ഹാർട്ട്. ഇത് ഈ വാലന്റൈൻസ് ഡേക്കൊക്കെ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണ അത് പെട്ടതാണ്. അതിന്റെ ഒരു വെറൈറ്റിയാണ് ഇത്. അതിന്റെ ഒരു 4 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിങ്ങനെ ഒരു ഷെയ്ഡ് ഉള്ളതല്ലേ, വെരിഗേറ്റഡ് ആണ്. പുറമേ ഇതിൽ തന്നെ പുറമേ പച്ച നിറവും ഉള്ളിലൊരു വൈറ്റ് കളർ ആയതുണ്ട്. പിന്നെ ഒരു ഇലയിൽ സ്പ്ലാഷ് ആയതുണ്ട്. പിന്നെ വെറും പച്ച ഇത് ശരിക്കും ഒരു ഇലക്ക് മാത്രം അവര് 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ട്. പൂവിടാൻ എത്ര സമയം എടുക്കും? പൂവ് ഞാൻ ഗ്രീനിന് പൂവ് ഉണ്ടായിട്ടുണ്ട്. പൂവ് നിൽക്കുന്നുണ്ട്. ഇത് വള്ളി അത്ര ആയിട്ടില്ല. ഇത് ചെറിയ പ്ലാന്റ്. ഇതാ തൊട്ട് മുന്നിൽ നിൽക്കുന്നു. ഇതൊരു വയോള, ഹോയ വയോള എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണാണ്. ഇത് പൂവ് ഉണ്ടായിരുന്നു. ഇതൊരു ഹോയ സൺറൈസ്, ഒബ്സ്ക്യൂറ സൺറൈസ് എന്ന് പറയും. ഇതിങ്ങനെ വെയിൽ കൊള്ളുമ്പോ അതിന്റെ ഇലകൾ ഇങ്ങനെ ഒരു സൺറൈസ്. ഇത് നല്ലൊരു ഇതൊരു ഗ്ലോബുലോസ പറഞ്ഞിട്ട് അതിന്റെ ഇല നല്ല ഭംഗിയല്ലേ? ഗ്ലോബുലോസ അല്ലേ? എല്ലാവരും പൂവിടാറാവുന്നേ ഉള്ളൂ. ഇത് പൂവിടാറാവണേ ഉള്ളൂ. പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. ഇത് ഈ ഹോയ കെരിയുടെ പൂവാണ്. അത് ശരിക്കും തൂണില് ഇതെല്ലാം വള്ളികളായിട്ട് പോകുന്നതാണ്. എല്ലാം വള്ളിയായിട്ട് പടർന്നു പോകുന്നതാണ്. ഇതിന്റെ വള്ളിക്ക് കുറച്ചും കൂടെ ഉറപ്പുള്ള വള്ളികളാണ്, ബലമുള്ള വള്ളികളാണ്. ചിലത് കനം കുറഞ്ഞ വള്ളികളുണ്ട്. ഇരുമ്പിന്റെ തൂണിൽ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിടാവുന്ന രീതിയിലാണ് പൂവിട്ടിട്ടുണ്ടല്ലേ? ഇത് വെക്കുമ്പോഴേ സാധാരണ ഇത് നടുമ്പോ ഇതിന്റെ ഒരു വള്ളിയുടെ ഒരു കഷ്ണമാണോ നടുന്നത്? എങ്ങനെയാണ് ഇതിന്റെ? ഈ വള്ളിയുടെ കഷ്ണം തന്നെയാണ് വേര് പിടിപ്പിക്കണം. അത് ചിലപ്പോ ഈ കൊക്കോ പീറ്റിലൊക്കെ വെച്ചിട്ട് വേര് പിടിപ്പിക്കണം. വെറുതെ നമ്മൾ കമ്പ് നട്ട് കഴിഞ്ഞാൽ അത്ര പിടിക്കില്ല. എന്തെങ്കിലും നനഞ്ഞ ഇതിൽ വെച്ചിട്ട്, അതല്ലെങ്കിൽ സ്വാഗ്നം മോസ് എന്ന് പറഞ്ഞിട്ട് ഒരു തരം മോസ് കിട്ടും വേര് പിടിപ്പിക്കാനുള്ളത്. അതിൽ വെച്ചിട്ടോ, അതല്ലെങ്കിൽ ക്ലേ ബോൾസ് ഉണ്ട്, ചെറിയ ബോൾസ് പോലെ ക്ലേ കൊണ്ടുള്ള ബോൾസ് കിട്ടും. അത് നഴ്സറികളിലൊക്കെ കിട്ടും. അപ്പോൾ അതിൽ വെള്ളത്തിൽ വെച്ചിട്ടും വേര് പിടിപ്പിക്കാം. അത് ഈ ക്ലേ ബോൾസ് നിറച്ച പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഇതിറക്കി വെക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ വേര് പിടിച്ച് കിട്ടും. അങ്ങനെ വേര് പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഈ പോട്ടിംഗ് മിക്സിലേക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞ കരിക്കട്ടയും ചകിരിക്കൊത്തും ഒക്കെ ചേർന്ന് ആ പോട്ടിംഗ് മിക്സിലേക്ക് പിന്നെ ഇറക്കി വെക്കാം. ഇതൊരു ഹോയ ഹിന്ദു റോപ്പ് എന്ന് പറയും. അത് ഹോയ കാർണോസ കോമ്പാക്ട് എന്നൊക്കെയാണ് അതിന്റെ. ഹിന്ദു റോപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ
ഇതെനിക്ക് ഇതൊരു 2 വർഷമാവാറായിരുന്നു. പൂവിട്ടായിരുന്നോ? ഇത് പൂവുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇതിന്റെ ഇടയിൽ നിറച്ച് പൂവുണ്ടാവും. ഇങ്ങനത്തെ ഓരോ ഇതിന്റെ ശരിക്കും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണില്ല. ഒരു ദിവസം പൂവിടുമ്പോഴേ മൊട്ടുണ്ടെന്ന് തന്നെ കാണുള്ളൂ. ഇതിന്റെ ഇടയിലൊക്കെ പൂവുണ്ടാവും. അത് നല്ല പൂവും അതേ ഷേപ്പ് തന്നെയാണ് ഇതിന്റെ പൂവും. ഇത് ശരിക്കും നല്ല നീളാണ്. ഇതിപ്പോ നിലത്ത് മുട്ടുന്ന നീള. ഞാനിങ്ങനെ മടക്കി വെച്ചേക്കണതാണ് കണ്ടോ. ഇത് ഇതിലേക്ക് മടക്കി വെച്ചതാ. ഇതിങ്ങനെ അഴിച്ചാൽ ഇത് ഇവിടെ താഴെ മുഴുവൻ മുട്ടും. അപ്പൊ നീളം കൂടുമ്പോ അത് അതിങ്ങനെ നീണ്ടു വരും. അതാവും ഹിന്ദു റോപ്പ് എന്നൊക്കെ പറയണത് അതുകൊണ്ടാണോന്ന് അറിയില്ല. ഹോയ കാർണോസ ക്രിംസൺ ക്വീൻ എന്ന് പറയും. അത് ഈ കാർണോസ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സ്പീഷീസ്, ഹോയ കാർണോസ എന്നുള്ള ഒരു സ്പീഷീസിന് കുറെ വെറൈറ്റികളുണ്ട്. അപ്പോ ഇത് ഈ കാർണോസ ഈ കോമ്പാക്റ്റാ, ഇതും അതിന്റെ ഒരു വെറൈറ്റിയാണ്. അപ്പൊ ഇതും അതെ. ഇതില് കണ്ടില്ലേ ഇങ്ങനെ വെള്ള ഉള്ളില് വെള്ളയും ബോർഡറും ആയിട്ട് അങ്ങനത്തെ. അത് ഇതിലും പൂവുണ്ട്. ഇത് നിറച്ച് പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഹോയാണ്. ഹോയ റെറ്റ്യൂസ എന്ന് പറയും. ഇതില് ശരിക്കും ഒറ്റയ്ക്കാ പൂവുണ്ടാവുക. ഇതിന്റെ അങ്ങനെ ഓരോ കമ്പിലും ഒറ്റ പൂവായിട്ടുണ്ടാവും. മറ്റേതൊക്കെ കൊലകളായിട്ടുണ്ടാവുമ്പോ ഇത് ഒറ്റയ്ക്കായിട്ടാണ്. ഇതിൽ റെറ്റ്യൂസ എന്നാണ് ഇതിന്റെ പേര്. ഇതിലും നിറച്ച് പൂവുണ്ടാകണതാ. ഇത് ഹോയ സിയാരി. അതെ, സിയാരിയെ പറയും. ഇതും പക്ഷെ നിറയെ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പൊ കുറച്ച് പൂവുള്ളത്. ഇതൊക്കെ ഇതിലൊക്കെ പൂവുണ്ടായിരുന്നതാണ്. ഇത് ഹോയ ക്രോഞ്ഞിയാനാന്ന് പറയും. അതാണ്. അതില് പൂവുണ്ട്. ഇതൊക്കെ നല്ല റേറ്റ് കൂടുതലുള്ള വെറൈറ്റി. അത്ര കോസ്റ്റ്ലി അല്ല. ഇത് പൂവുണ്ട്. നല്ല നീളമുണ്ട്. ഇങ്ങനെ നീണ്ടു വന്നിട്ടുണ്ട്. ഇത് പൂവ് ഇട്ടിട്ടില്ല അതുവരെ. എനിക്ക് തോന്നുന്നത് പൂവ് ഇടാറായിട്ടുണ്ട്. അതല്ലേ. എന്തൊക്കെ പരിചരണങ്ങളാണ് ഇവരെ നട്ടു വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് ശരിക്കും വളം ഇടണം. വളം നന്നായിട്ട് വേണം. എന്ത് വളം? അത് NPK ഇടാം. പിന്നെ ചകിരി, ചാണകം, കമ്പോസ്റ്റും ചാണകവും ഇടാറുണ്ട്. പക്ഷെ ചാണകം കൂടുതൽ ചെന്ന് കഴിഞ്ഞാല് ഈ വേരുകൾ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. കൂടുതൽ NPK മാസത്തിലൊരു തവണ അല്ലെങ്കിൽ 3 ആഴ്ചയിൽ ഒരിക്കലൊക്കെ NPK മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യും. ഇലകളിലും ചെടിക്കും ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്യും. അതാണ് കൂടുതലായിട്ട് ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നനയ്ക്കല് വേനൽക്കാലത്ത് ഒരു നേരം നനയ്ക്കും. രാവിലെ നനയ്ക്കും. ഇത് വേറെ മുട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ പൂവ് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായ പൂവുകൾ. നമ്മളപ്പോ ഇവിടുന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാല്, ഒരു നമ്മുടെ ഫിലിമൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കൊരു ചെടി വേണം എന്ന് ആവശ്യപ്പെട്ടാൽ അവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? വിൽപ്പന ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാണ്. എനിക്ക് പക്ഷെ ഭയങ്കര സങ്കടമാണ് ചെടി കൊടുക്കുക. അപ്പൊ അത് കാരണം ഓരോരുത്തർ ചോദിക്കുമ്പോ ഒന്നാമത് എനിക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. അതാണ് പ്രധാനം. നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ചെടി കട്ട് ചെയ്തിട്ട് വേണം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. അപ്പൊ അത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാറില്ല. ഇനിയിപ്പോ അതൊക്കെ പക്ഷെ കുറെ ഡിമാൻഡ് ഉണ്ട്. എത്രയും വെറൈറ്റികൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേ കുറെ പേര് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇനി സമയം കിട്ടുകയാണെങ്കിൽ എല്ലാ ഹോയ പ്ലാന്റ്സും വർഷമാണപ്പോ ഈ എല്ലാ വർഷവും പൂവിടാറുണ്ടോ? ഇതെങ്ങനെയാണ്? അങ്ങനെ ചില ഇപ്പൊ ഈ ഹോയൊക്കെ മിക്കവാറും ഇങ്ങനെ എല്ലാ സമയത്തും പൂവിടും. ചിലത് മാത്രമേ ഉള്ളൂ ചില പ്രത്യേക സമയത്ത്. അല്ലാത്തത് പിന്നെ മഴക്കാലത്താണെങ്കിൽ എന്താ വെച്ചാൽ എപ്പോഴും മഴ കൊള്ളുമ്പോൾ മൊട്ടുകൾ ചീഞ്ഞു പോവും. മൊട്ടുണ്ടായിട്ട് വലുതാവുമ്പോഴേക്കും ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഹോയ സ്പീഷീസ് ഫിലിപ്പീൻസ് എന്നാണ് അതിന്റെ പേര് തന്നെ, ഫിലിപ്പീൻസ്. അപ്പോൾ ഇതൊരു 3500 ഒക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റ്. പക്ഷെ കുറച്ചും കൂടെ വലുതായതാണ്. ഇത് പൂവിട്ടിട്ടില്ല. ഇത് ഷില്ലോങ്. അപ്പോ ഇത് പക്ഷെ നമ്മള് പ്രൊപ്പഗേറ്റ് ചെയ്യണവരാണെങ്കിൽ ഇത് കുറെ പ്ലാന്റ് ആയിട്ട് വിൽക്കാൻ പറ്റൂലോ. ഇത് ശരിക്കും ചെറിയ വേരുകൾ വരും. ഇപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വെച്ച് കട്ട് ചെയ്തിട്ട് വേര് പിടിപ്പിക്കാം. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ലക്ക ബോൾസിലോ അതല്ലെങ്കിൽ ഈ കൊക്കോപീറ്റിലൊക്കെ വെച്ചിട്ട് വേര് പിടിപ്പിക്കാം. എന്നിട്ട് ആക്കുമ്പോ ഇതെന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു 10 ചെടിയെങ്കിലും ആയിട്ട് വിൽക്കാൻ പറ്റും. ചെറുത് വാങ്ങിക്കുമ്പോ തന്നെ റേറ്റ് ഉണ്ടല്ലേ?
ഇത് പക്ഷെ കുറച്ച് വലിപ്പമുള്ളതാണ് ഞാൻ വാങ്ങിയത്. ഇത് വാങ്ങിയിട്ട് അധികം ആയിട്ടില്ല, ഒരു 6 മാസമായിട്ടുള്ളൂ. അതിൽ കുറച്ച് വളർന്നുണ്ട് ഈ പുതിയ ഇലകളൊക്കെ. അതല്ലാതെ അത്യാവശ്യം വലിപ്പമുള്ള ചെടിയായിരുന്നു അത്. ചെടികൾ പുതിയത് കൊണ്ടുവന്നതല്ലേ? അത് കുറച്ച് പുതിയതാണ്. ഇനി അതൊന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് മുകളിലാവുമ്പോൾ കുറച്ചും കൂടെ വെയിൽ തട്ടില്ലേ. അപ്പോൾ ഹോയ ബെല്ല എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ പേര് അത് കുറച്ച് റയറാണ് ആണല്ലേ. അതിന്റെ ബാക്കിലുള്ളത് ഹോയ കുർട്ടിസി എന്ന് പറഞ്ഞിട്ട് നിറയെ അതും പൂവിടുന്നതാ. അത് ഇതുപോലെ തന്നെ പോവാ. ഇത് റയർ ആയതുകൊണ്ട് കുറച്ച് വിലയും കൂടുതലാവൂലോ? അതെ അതെ. അത് ഹോയ സാരവ ക്രീം സാരവ ക്രീം എന്നാണ് അതിന്റെ. അത് ഹോയ മെറ്റിൽഡേ എന്ന് പറയും. അത് ഹോയ പാരസിറ്റിക്ക. അത് എപ്പോഴും നിറച്ച് പൂവുണ്ടാവുന്ന ഒരു ഹോയാണത്. ഇത് ഹോയ കലിസ്ട്രോഫില്ല എന്ന് പറയും. ശരിക്കും ഇങ്ങനെ വരച്ച പോലെയല്ലേ അതിന്റെ ലീവ്സ്. ഇതൊരു പുതിയ വെറൈറ്റി ആണോ? ഇത് ഇപ്പൊ വന്നു തുടങ്ങിയത്. പക്ഷെ ഞാൻ കുറെ നാൾ അന്വേഷിച്ച് നടന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ കുറച്ചും കൂടെ അവൈലബിൾ ആണത്. കലിസ്ട്രോഫില്ല. അത് ഹോയ മണിപ്പൂരൻസിസ് എന്ന് പറയും. അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ലീഫാണ്. അത് ഹോയ കൈമുക്കി എന്ന് പറയും. നല്ല പേര്. ഇതിന്റെ പേര് ഇത്തിരി വലിയ പേര്, ഹോയ ചിൻഗുൻഗെൻസിസ്. ചൈനീസ് പേര് പോലെ ഉണ്ട്. ഇത് പൂവിട്ടിട്ടില്ല, പുതുതായിട്ട് വന്നാണോ? അത് കുറച്ച്. ഇത് നല്ല റേറ്റ് ഉണ്ടോ? ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ്. ഹോയ കെന്റിയാന വെരിഗേറ്റഡ്. ഇത് കെന്റിയാന പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്. ഇത് നടുവിൽ കാരണം വെരിഗേറ്റഡ് ആണ്. ഇത് ഹോയ ലാറ്റിഫോളിയ. ഹോയ ഷെഫേഡിയ എന്ന് പറയും. ഇത് അത്ര കോമൺ അല്ല. ഇപ്പൊ പിന്നെ ഒരുവിധം എല്ലാം. അതെ അതെ. ഇത് ഹോയ മെറേഡ്ത്തി എന്നാണ് അതിന്റെ പേര്. എന്താണ് ഹോയ? മെറേഡ്ത്തി. നല്ല ഭംഗിയുള്ള ഇതിലെ ഡോക്ടറെ ഏറ്റവും കൂടുതൽ നമ്മൾ സംബന്ധിച്ച് കൊടുക്കേണ്ടത് ഇതിന്റെ പേരൊക്കെ കൂടി ഓർത്ത് വെക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ചില്ലറ പേരല്ലത്. ഇത് ഹോയ കന്യാകുമാരിയാന. കന്യാകുമാരിയാന അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പേര്. അതൊരു സൗത്ത് ഇന്ത്യൻ ഒരു സയന്റിസ്റ്റ് ആണ്, ഒരു തമിഴ് സയന്റിസ്റ്റ് ആണ്, ബൊട്ടാനിസ്റ്റ് ആണ് ഇത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതാണ് കന്യാകുമാരിയാന. അതെ അല്ലേ? ഹോയ സിജില്ലാറ്റിസ് എന്നാണ് ഇതിന്റെ പേര്. ഇത് നല്ല ലീഫാണ്. നല്ല ഡിസൈൻ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ. പിന്നെ അങ്ങനെ തളിര് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ട് കണ്ടു. പല കളറിൽ നല്ല ഭംഗിയുള്ള ലീഫാണ്. ഹോയ കെന്റിയാന എന്ന് പറയും. ഇത് അവിടെ മൊട്ട ഉണ്ടാവണുണ്ട്. ഹോയ പ്യൂബിക്കാലിക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഹോയാണ്. ഇതൊരു 4 വർഷം 4 വർഷമൊക്കെ ആയിട്ട് ഫുൾ പടർന്ന് നിറയെ പോവാ. അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല മനോഹരമായ. അതിന്റെ ഉള്ളിലുണ്ട് പൂവ്. ഉള്ളിലുണ്ടോ? ഈ എല്ലാ ചെടികളിലേക്കും പടർന്നിട്ട് അതിന്റെ ഉള്ളിലൊക്കെ ഈ പൂവുണ്ടാവും. ഇതാണ് നമ്മുടെ പ്ലാന്റ്സ്, ഹോയ പ്ലാന്റ്സിനെ അതിനെ വളർത്തിയെടുക്കുന്ന സ്ഥലം അല്ലേ? ഇതിൽ നമുക്ക് പുതിയത് വന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇതാക്കുന്നതുണ്ടോ ഡോക്ടർ? ഇത് ഞാനിങ്ങനെ ഇതാണ് പ്രൊപ്പഗേറ്റ് ചെയ്യണ ഈ ക്ലേ ബോൾസ് ഇതിൽ വെച്ചിട്ട്. ഇതിപ്പോ ഞാൻ വാങ്ങിയ ചെടി വേരിങ്ങനെ ചെയ്യാറായിരുന്നു. അപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പൊ ഇത് വളർന്നു, വീണ്ടും തളിര് വരുന്നുണ്ട്. അപ്പൊ ഇനി ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ വീണ്ടും പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റും. ഇതിലത്തെ ഇത് ഇതുപോലെ കുറച്ച് വില കൂടുതലുള്ളതാണോ? ഹോയ ഉണ്ടുലാറ്റ എന്നൊക്കെ പറഞ്ഞു. അത് ഇതിപ്പോ എനിക്ക് ഞാൻ അവിടേക്ക് വെച്ചിരുന്നില്ലേ, അത് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതെനിക്കൊരു 7,000 ആയി. നമ്മൾ കൊണ്ടുവന്ന് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇതിപ്പോ ഇല്ല, ഇതിപ്പോ എനിക്കൊരു 2 മാസമേ ഉള്ളൂ കിട്ടിയിട്ടില്ലേ. ഇത് ഭയങ്കര സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. ഹോയ സർപ്പൻസ് എന്ന് പറഞ്ഞിട്ട് അത് ഹ്യൂമിഡിറ്റി ശരിക്കും കിട്ടാൻ വേണ്ടിട്ട് നനച്ച് അതിങ്ങനെ അതിനെ പിടിപ്പിക്കാൻ വേണ്ടിട്ട് നനച്ചിട്ട് ഇങ്ങനെ ആവുമ്പോ ഇതൊന്ന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിട്ട് നല്ല മെനക്കെടുണ്ടല്ലേ. ഡോക്ടർക്ക് ഇന്ന് വന്നിട്ടുള്ള കൊറിയർ ആണ് ഹോയ പ്ലാന്റ് അല്ലേ? അപ്പൊ നമുക്ക് എത്രയും മനോഹരമായിട്ട് വളരെ നന്നായി കട്ട് ചെയ്ത്. ഡോക്ടർ ഇത് എവിടുന്നാ വരുന്നത്?
ഇത് ആലുവയിലുള്ള ഒരു സിത്താര എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അടുത്ത് വാങ്ങിയതാ അല്ലേ? നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയാണോ കൊറിയർ വരാറ്? ഇത് ഹോയ ബിലോസ കാവോഡാങ് എന്ന് പറഞ്ഞിട്ടൊരു. ശരി, ഇതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ലീഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എത്ര പോകുന്ന പ്ലാന്റ് ആണ് വരിക, പിന്നെ നമ്മളതിനെ വളർത്തിയെടുക്കുന്നതാണ്. അതല്ലേ, ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ആക്കി ഇതാ പോട്ടിംഗ് മിക്സ് വെച്ചിട്ടാവും അല്ലേ? പിന്നെ അതൊന്നും അത് പോവാതെ അതില് പേപ്പറൊക്കെ വെച്ച് നോക്കി എത്ര മനോഹരമായിട്ടാണ് അത് പാക്ക് ചെയ്തതെന്ന് അറിയാം. ഇത് ഇങ്ങനെ പാക്ക് ചെയ്യാനുള്ള സമയം ഇല്ല എന്നാണ് ഡോക്ടർ പറയണത്. അതുകൊണ്ടാണ് ഇവിടുന്ന് കച്ചവടം അല്ലേ? ഓ, ഇതിപ്പോ ഈ പോട്ടിംഗ് മിക്സ് പുറത്ത് പോവാതെ അങ്ങനെ ഇതില് പ്ലാൻ ചെയ്തിട്ടുള്ള അല്ലേ? ഇനിയിപ്പോ ഇത് ശരിക്ക് വലുതാവുന്നത് വരെ കുറച്ച് ദിവസം ഉള്ളിൽ വെക്കും. ഇതിലിപ്പോ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാലേ, കൊറിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കുറച്ചും കൂടെ പോട്ടിംഗ് മിക്സ് ഇടും. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ ഇല ഇത് ശരിക്കും നല്ല ചെറിയൊരു ഇല വരുന്നുണ്ട് ഇതില്. ഇത് നനച്ച് കൊടുത്തിട്ട് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഇത് തന്നെയാണോ ഇത്? ഇത് ഒരു 850 ഒക്കെ. അങ്ങനെ പുതിയ 270 കൂടെ ഒരു 4 വെറൈറ്റി കൂടി വന്നിരിക്കുകയാണ് പുതുതായിട്ട് അല്ലേ? പതുക്കെ ഞാൻ എടുക്കാം. സുഹൃത്തുക്കൾ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോഴേ? നോക്കൂ, അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ അത്രത്തോളം തിരക്ക് പിടിച്ചൊരു ഇതാണ്. എങ്കിൽ പോലും ഈ ഹോയ പ്ലാന്റ്സ് നിൽക്കുന്ന ഭാഗത്തേക്ക് ജോലിക്കാരെ പോലും അടുപ്പിക്കുന്നില്ല. സ്വന്തമായിട്ട് നനച്ച് അതിനെ മനോഹരമായി വളർത്തിയെടുത്ത്. എന്നാൽ വിൽപ്പനയുണ്ടോ ഇല്ല. അപ്പോൾ അത് അത്രത്തോളം ആ ചെടികളെ സ്നേഹിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. മാത്രമല്ല ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗം കൊണ്ട് ഒരു 4 പുതിയ പ്ലാന്റ് വന്നതും കൂടി കാണാൻ പറ്റി. അപ്പോൾ ഈ പുതിയ പ്ലാന്റുകൾ തന്നെ ഏകദേശം ഒരു 274ഓളം ഇനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഓരോ ഇനത്തെയും എടുത്ത് കാണിക്കുന്നത് ഒരു സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് വരാം, ഡോക്ടറെ വിളിക്കാം, ഡോക്ടറെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഡോക്ടറുടെ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക. ഡോക്ടറെ പോലെ ഈ പ്രകൃതിയെയും മനുഷ്യനെയും എല്ലാവരെയും സ്നേഹിച്ച് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രകൃതിയുമായി അത്രയും ഇണങ്ങി ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ലോകമൊട്ടാകെ അറിയപ്പെടേണ്ടത്, ലോകമൊട്ടാകെ എത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഫിലിം എല്ലാവരിലേക്കും എത്തിക്കണം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി ഉണ്ടാവുക. നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.